നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. ഷൈനിയെയും ആ കുഞ്ഞുങ്ങളെയും മരണത്തിലേക്ക് തള്ളിവിട്ട നോബി പഠിച്ച കള്ളനാണെന്നുള്ള വിവരമാണ് പോലീസിന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായിരുന്ന കരച്ചിലും മാനസാന്തരവും ഒക്കെ തന്നെ വെറും നാടകമാണെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. നിർണായകമായ പല തെളിവുകളും ഇതിനോടകം തന്നെ നോബി നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആത്മഹത്യയിൽ താൻ കുടുങ്ങുമെന്ന് ഉറപ്പായതോടെ തെളിവ് നശിപ്പിക്കാനായി നോബി ചെല്ലാവുന്ന പരമാവധി ദൂരം വരെ സഞ്ചരിച്ചു കഴിഞ്ഞുവെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ പോലും ശാസ്ത്രീയ ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ കൂട്ടിയിണക്കി അതൊക്കെ റിട്രീവ് ചെയ്തെടുത്ത് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു പോലീസ്. നോബി വാട്സപ്പിലൂടെയും ഫോൺ കോളിലൂടെയും മറച്ചുവെച്ച കാര്യം പോലീസ് അങ്ങനെ പുറത്തു കൊണ്ടുവരികയാണ്. കുറ്റബോധമല്ല ഇയാളുടെ മനസ്സിലുള്ളത്, കൊടും ക്രിമിനലാണെന്നും പോലീസിന് തന്നെ മനസ്സിലാകുന്നു. കോട്ടയം ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടിയ അമ്മയും 2 പെൺമക്കളും ജീവനൊടുക്കിയ ദിവസമായിരുന്നു ഭർത്താവ് നോബി പുലർച്ചെ ഷൈനിക്ക് വാട്സപ്പിലൂടെ ഒരു സന്ദേശം അയച്ചത്. മരിക്കണമോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഷൈനിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതും ഒരുപക്ഷെ കൊലപ്പെടുത്തിയത് പോലും നോബിയാണെന്ന് ഇതിലൂടെ നമുക്ക് ആരോപിക്കാനായി സാധിക്കും. നോബിയുടെ വാട്സപ്പ് സന്ദേശത്തിലൂടെ മനംനൊന്ത് ഷൈനി മക്കളുമായി പോയി ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ അനുമാനം. ഷൈനിക്ക് വാട്സപ്പ് സന്ദേശം അയച്ചുവെന്നുള്ളത് നോബി തുറന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ആ സന്ദേശത്തിലെ ഉള്ളടക്കം? എന്ത് സന്ദേശമാണ് ഷൈനിക്ക് അയച്ചത്? എന്താണ് അതിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഷൈനി അത്രയധികം പ്രകോപിപ്പിച്ച എന്ത് വിഷയമായിരുന്നു അതിലുണ്ടായിരുന്നത്? അതൊന്നും തന്നെ പ്രതി ഇതുവരെയും തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. മദ്യലഹരിയിൽ നോബി ഷൈനിയോട് ഫോൺ സംഭാഷണം നടത്തിയെന്നുള്ളതും പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് പുലർച്ചെയായിരുന്നോ തലേ ദിവസമായിരുന്നോ എന്നുള്ളത് വ്യക്തമല്ല. അതും ജീവനൊടുക്കാനായി കാരണമായി എന്ന് പോലീസ് കരുതുന്നുണ്ട്. ഒരുപക്ഷെ 24 മണിക്കൂറിനിടയിൽ നോബി നടത്തിയ നീക്കങ്ങൾ, നോബിയുടെ പ്രവർത്തികൾ അതുതന്നെയാണ് ഷൈനിയെയും ആ പിഞ്ചു കുഞ്ഞുങ്ങളെയും മരണത്തിലേക്ക് നയിച്ചത്. ഇതൊക്കെ ചോദിച്ചറിയാനാണ് നോബിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയത്. പക്ഷേ എത്ര തന്നെ ചോദിച്ചിട്ട് പോലും, പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ട് പോലും സന്ദേശത്തെക്കുറിച്ചോ എന്താണോ സംസാരിച്ചതെന്നതിനെക്കുറിച്ചോ ഒന്നും തന്നെ വ്യക്തമാക്കാൻ നോബി തയ്യാറാകുന്നില്ല. പോലീസിന് മുന്നിൽ ഒരു തരത്തിൽ പൊട്ടം കളിക്കുകയാണ് നോബി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാട്സപ്പിലൂടെ അന്ന് ഷൈനിയെ നോബി വിളിച്ചുവെന്ന് പോലീസ് കണ്ടെത്തി. അതൊക്കെ സമ്മതിക്കാൻ നോബി തയ്യാറായില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മെസ്സേജ് അയച്ചു എന്ന് പറയുന്നു, എന്തയച്ചെന്ന് പറയുന്നില്ല. വിളിച്ചെന്നുള്ളത് തെളിവ് സഹിതമുണ്ട്, പക്ഷേ വിളിച്ചെന്ന് സമ്മതിക്കുന്നില്ല. ഇതാണ് നോബി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോബി എത്രയൊക്കെ മറയ്ക്കാനായി ശ്രമിച്ചാലും അതൊക്കെ തിരിച്ചെടുക്കും, വീണ്ടെടുക്കുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ സംസാരിച്ചത് എന്ത് എന്നുള്ളത് നോബിയുടെ വാഗുകൊണ്ട് തന്നെ പറയേണ്ടതാണ്. പോലീസ് കസ്റ്റഡിയിലുള്ള നോബി അന്വേഷണത്തോട് സഹകരിക്കാത്ത സാഹചര്യത്തിൽ കോടതിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ശാസ്ത്രീയ തെളിവുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഷൈനിയുടെ മൊബൈൽ ഫോൺ ഡിജിറ്റൽ പരിശോധനയ്ക്കായി സൈബർ സെല്ലിന് അയച്ചിട്ടുണ്ട്. 3 പേരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് നോബി അയച്ച ആ മെസ്സേജ് ആണെന്ന് തന്നെയാണ് കരുതുന്നത്. അത്രമാത്രം കടുത്തതായി എന്ത് സന്ദേശം നോബി അയച്ചു എന്നുള്ളത് കൂടി കണ്ടെത്തണം. അത് പോരാഞ്ഞിട്ട് അന്നേ ദിവസം തന്നെ വാട്സപ്പ് കോളിലൂടെ ഷൈനിയോട് പറഞ്ഞത് എന്ത് എന്നുള്ളത് നോബി തന്നെ തുറന്ന് പറയണമെന്നാണ് പോലീസും പറയുന്നത്. അല്ലാത്ത പക്ഷം അത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. നോബിയുടെ ഫോണിൽ നിന്നും ആ വിവരങ്ങളൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അത് വീണ്ടെടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിന് കിട്ടാനായിട്ടുള്ള കാലതാമസം കേസന്വേഷണത്തെ ഒരുപക്ഷെ ബാധിച്ചേക്കും. 90 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ച് മുന്നോട്ട് പോയി പരമാവധി ശിക്ഷ പ്രതിക്ക് വാങ്ങി നൽകാനാണ് പോലീസ് തീരുമാനിക്കുന്നത്. അപ്പോഴാണ് ഈ നിർണായക വിവരങ്ങൾ, കേസന്വേഷണത്തിലെ ദുരൂഹതകൾ മറനീക്കി പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്ന വിവരങ്ങൾ, അത് മറച്ചു പിടിക്കാൻ നോബി അവസാന ശ്രമം വരെയും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണ സംഘം എന്നിരുന്നാലും ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഫെബ്രുവരി 28-ാം തീയതിയാണ് ഷൈനിയും മക്കളായ അലീന, ഇവാന എന്നിവർ ഏറ്റുമാനൂർ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നുള്ള വിവരം നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. രാവിലെ ഷൈനി പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് കുട്ടികളുമായി റെയിൽവേ ട്രാക്കിനടുത്തേക്ക് നടന്നു പോകുന്ന CCTV ദൃശ്യമടക്കം നേരത്തെ ലഭിച്ചിരുന്നു. സുഹൃത്തിനയച്ച വാട്സപ്പ് സന്ദേശവും അതിലൂടെ ജീവിച്ച് മുന്നോട്ട് പോകാനായി യാതൊരു നിവൃത്തിയുമില്ല, ജീവിതം വഴിമുട്ടിയ അവസ്ഥയാണ്, മറ്റു മാർഗങ്ങളില്ല എന്ന് ഷൈനി പറഞ്ഞതുമൊക്കെ ആത്മഹത്യയിലേക്ക് നയിച്ചത് കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസിനെ എത്താൻ ഏറെ പെട്ടെന്ന് തന്നെ സഹായിച്ചിരുന്നു. BSc നഴ്സിംഗ് ബിരുദധാരി കൂടിയാണ് ഷൈനി. ജോലിക്ക് പോകാൻ ഷൈനിക്ക് വലിയ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിനെ പരമാവധി എതിർക്കുകയും അതിനെ
ഇല്ലാതാക്കാനും ഭർത്താവ് നോബി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ നോബി ഷൈനിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു. എന്തിനേറെ പറയുന്നു, മരണപ്പെടുന്നതിന് മുൻപ് തന്നെ മാനസികമായും ശാരീരികമായും നോബിയിൽ നിന്നും ഷൈനി പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ തുടർന്നാണ് മക്കളുമായി ഷൈനി സ്വന്തം വീട്ടിലേക്ക് എത്താൻ തയ്യാറായത്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും ഏറ്റുമാനൂർ കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വിവാഹമോചനം നൽകാതെ ഷൈനിയെ പരമാവധി ബുദ്ധിമുട്ടിക്കാനാണ് നോബി ശ്രമിക്കുന്നത്. വിവാഹമോചനത്തിന് നോബി സമ്മതിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്ന ഷൈനിയുടെ ശബ്ദ സന്ദേശവും നേരത്തെ പുറത്തു വന്നു. നോബിയുടെ മാനസികമായ പീഡനം സഹിക്കാൻ കഴിയാതെയാണ് മക്കളുമായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ ഏറ്റുമാനൂർ പോലീസ് നോബിയെ അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തിയത്. നോബിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണെന്ന് 3 ദിവസത്തേക്കാണ് തൊടുപുഴ ചുങ്കഞ്ചേരിയിൽ വലിയ പറമ്പിൽ നോബി ലൂക്കോസിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പക്ഷേ അത് പോരാ എന്നും ഇനിയും കസ്റ്റഡി ആവശ്യമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി കസ്റ്റഡി അപേക്ഷ നൽകാനാണ് സാധ്യത. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നോബിയെ പോലീസ് ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി അടുത്ത ദിവസം തന്നെ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുമെന്നാണ് നോബിയുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ഒരു നീക്കത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് അതിനെ ശക്തമായി തന്നെ എതിർക്കാനുള്ള സാധ്യതയുമുണ്ട്. തെളിവ് നശിപ്പിക്കലടക്കം ഇതിനോടകം നോബി ചെയ്തിട്ടുണ്ടെന്നും അത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്നും കോടതിയിൽ പോലീസിന് വാദിക്കാനായി സാധിക്കും. കഴിഞ്ഞ ദിവസം നൽകിയ ജാമ്യാപേക്ഷ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി തള്ളിയിരുന്നു. സമാനമായി തന്നെ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ നോബി അന്വേഷണത്തോട് സഹകരിക്കാത്ത വിവരമടക്കം പോലീസ് ചൂണ്ടിക്കാണിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യലിന് നോബിയെ കസ്റ്റഡിയിൽ കിട്ടിയെങ്കിലും കേസിന്റെ തെളിവെടുപ്പോ മറ്റോ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് 3 ദിവസത്തെ കസ്റ്റഡിക്ക് മാത്രം പോലീസ് അപേക്ഷ കൊടുത്തത്. എന്നാൽ ഈ 3 ദിവസം കൊണ്ട് നോബിയിൽ നിന്നും പരമാവധി വിവരം ശേഖരിക്കാമെന്ന് കരുതി. പക്ഷേ നോബി ആകട്ടെ അണുവിട തുറന്നു പറയുന്ന പോലുമില്ല. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി നോബിയെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ കേസിൽ കൂടുതൽ കുടുംബാംഗങ്ങളുടെ അടക്കം വിവരം രേഖപ്പെടുത്താൻ, മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് തീരുമാനിക്കുന്നത്. ഷൈനിയുടെ മാതാപിതാക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വിശദമായ മൊഴിയാണ് പോലീസ് ശേഖരിക്കുന്നത്. അതോടൊപ്പം ഷൈനി നോബിക്കെതിരെ കൊടുത്ത കേസുകളുണ്ട്. നോബിയുമായി ബന്ധപ്പെട്ട വായ്പാ പ്രശ്നങ്ങളുണ്ട്. ഷൈനിയെ സാമ്പത്തികമായും മാനസികമായും ഒക്കെ തന്നെ ചൂഷണം ചെയ്തതിൻ്റെ വിവരങ്ങളും പോലീസ് ശേഖരിച്ച് നോബിക്കെതിരായിട്ടുള്ള കേസുകൾ അന്വേഷിച്ച് കൂടുതൽ ബലപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.